വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫതുഹുൽ ഖയ്യൂം സബക്ക് 6. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വതൗഫീലിസ് സ്വബ്റ വസിദ് ഇഗ്റാമാ വഹുവ സബീലു മൻ ലിശൈഇൻ റാമാ. വതൗഫിൽ, നീ നീട്ടിക്കോ. തൗവല യുതൗവിലുൻ്റെ അംറ ഹേലറാണ് എന്ത്? തൗഫിൽ. എന്തിനെ നീട്ടിക്കോ? സ്വബ്റ, ക്ഷമയെ നീ നീട്ടിക്കോ, നല്ല ക്ഷമയുള്ളവനായിക്കോ. നല്ല ക്ഷമ വേണം മുത്തഅല്ലിമിന്. വസിദ്, നീ അധികരിപ്പിച്ചോ, നീ നീട്ടിക്കോ. ഇഗ്റാം എന്ന് പറഞ്ഞാൽ അലച്ച വെക്കുക, കെട്ടിമറിയലിനെ, കൊണ്ടുപിടിക്കലിനെ നല്ലോണം കെട്ടിമറിയണം. ഇൽമുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? നല്ലോണം കെട്ടിമറി, നല്ലോണം പരിശ്രമിക്കുക. അതിനെ നീ അധികരിപ്പിച്ചോ. ഫഹുവ, കാരണം, ഹുവ ഇത്, ഏത്? ഈ ക്ഷമയുള്ളവനാകുക, നല്ലോണം ക്ഷമിക്കുക, അതുപോലെ നല്ലോണം കെട്ടിമറിയുക, നല്ല അലച്ച വെക്കുക, ഇതൊക്കെ സബീലുമൻ, ഒരുത്തൻ്റെ വഴിയാണ്. ഇത് ഷൈഇൻ, ഒരു വസ്തുവിന് റാമ, അവൻ തേടിയിരിക്കുന്നു, അങ്ങനത്തെ ഒരുത്തൻ്റെ വഴിയാണെന്ത്? ഈ ഇൽമുമായി കെട്ടിമറിയുക, നല്ലോ ആഗ്രഹിക്കുക, നല്ല ക്ഷമ ഉണ്ടായിരിക്കുക. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയില്ലേ, ഒരു MLA, ഒരു MP, അതുപോലെ ഒരു മന്ത്രി, ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഇതിനു വേണ്ടി തന്നെ ഓരോ വ്യക്തികൾ കെട്ടിമറിഞ്ഞ് പരിശ്രമിച്ചിട്ടില്ല ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ ഇൽമുമായി ബന്ധപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? ഇൽമു കരസ്ഥമാകാൻ നല്ലോണം കെട്ടിമറിയേണ്ടി വരും, നല്ലോണം ക്ഷമിക്കേണ്ടി വരും. മനസ്സിലായോ? വബാഇദി സ്വദറ വദാരിൽ ഖാലി വസുത്ത ബാബ കസറത്തിൽ മഖാലി. വബാഇദ്, ബാഅദ യുബാഇദുൻ്റെ അംറ ഹേലറാണ്. വബാഇദ്, നീ വിദൂരത്താക്കിക്കോ. അസ്വദറ, സ്ഥാനത്തെ, മേൽമത്തരത്തെ. ഞാൻ മുസ്ലിയാരായാൽ, ഞാൻ ഉസ്താദായി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ബഹുമാനിക്കും. ഒരു സദസ്സിൽ നേതൃത്വം കൊടുക്കാൻ കഴിയും, എല്ലാവരും എൻ്റെ കൈ പിടിച്ചു മുത്തും. ഈ മേൽമത്തരം സ്ഥാനം ഇതൊക്കെ നീ വിദൂരത്താക്കിക്കോ. വദാരിൽ ഖാലി, ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നവനോട് മൃദുലമായി സോഫ്റ്റായി നീ സംസാരിച്ചോ, സോഫ്റ്റായി നിൽക്കുക. ഇങ്ങോട്ട് എന്ത് ചെയ്യുന്ന ചില ആളുകൾ സ്വന്തം ഉസ്താദയിക്കാരം, സീനിയറായിക്കാരം, സഹപാഠികളായിക്കാരം ഒന്ന് അങ്ങോട്ട് നീ ഒരത്തി പെരുമാറും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ഒരത്തി പെരുമാറാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സോഫ്റ്റായി നിൽക്കുക, സോഫ്റ്റായി സംസാരിക്കുക. അതാണ് വദാരിൽ ഖാലി എന്ന് പറഞ്ഞാൽ. വസുത്ത, നീ അടച്ചു വെക്കുക. ബാബ കസറത്തിൽ മഖാലി, സംസാരം അധികരിപ്പിക്കലിൻ്റെ വാതിലിനെ നീ അടച്ചു വെക്കുക. ഫുൾ സംസാരം. ഒരു മുത്തഅല്ലിം വേറെ ഇൽമുമായി ബന്ധപ്പെടാതെ ഭൗതിക കാര്യത്തിലും മറ്റു വിഷയത്തിലും അനാവശ്യ കാര്യത്തിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുക, സംസാരങ്ങൾ അധികരിപ്പിക്കുക, അത് നീ അടച്ചു വെക്കുക. വറഗബ് അനിൽ ലുആബി വൽ മാലാഹി ഫൽഇൽമു ലം യഹ്സുൽ ലിഖൽബിൻ ലാഹി. വറഗബ്, നീ ആഗ്രഹിച്ചു. അനിൽ ലുആബി, കളിക്കുന്നവരെയും വിട്ട് നീ ആഗ്രഹിച്ചോ. റഗീബിൻ്റെ പിന്നിൽ ഫീ വന്നാൽ കിട്ടാൻ ആഗ്രഹിച്ചു, അന്യ വന്നാലോ പോകാൻ ആഗ്രഹിച്ചു. ഇവിടെ എന്താ വന്നത്? അന്ന. അപ്പോൾ കളിക്കുന്നവരെയും വിട്ടിനെ ആഗ്രഹിച്ചോ. അതൊക്കെ യുവകിക്കോ. മനസ്സിലായോ? എപ്പോഴും കളി അത് വേണ്ട യുവകിക്കളാണ്. ഒരു മലാഹി, അതുപോലെ തന്നെയും വിനോദങ്ങളെയും അതൊക്കെ എന്ത് ചെയ്യുക? വിട്ടിനെ ആഗ്രഹിച്ചോ. കാരണം ഇൽമാകുന്നതെല്ലാം യഹ്സുൽ, അത് കരസ്ഥമാവുകയില്ല. ലി കൽബിൻ, ഒരു ഹൃദയത്തിന്, ലാഹി. വഖന ബിമൽബൂസിൻ വഅദ്നാ ഖൂതി വഫറഅൽ ജംഇ ദുത്തി വൽ യാഖൂതി. വഖന, നീ തൃപ്തിപ്പെടണം. ബിമൽബൂസിൻ, താന വസ്ത്രം കൊണ്ട്. അദ്നാ മൽബൂസിൻ എന്നുണ്ടാവേ ശേഷം കണ്ടല്ലേ. അപ്പോൾ താന വസ്ത്രം കൊണ്ട് നീ തൃപ്തിപ്പെടുക. വഅദ്നാ ഖൂത്തിൻ, താന ആഹാരം കൊണ്ടും. മുലേരായി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും. അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് കപ്സ വേണം, മന്തി വേണം, റോസ്റ്റ് വേണം, നെയ്ച്ചോറ് വേണം, ബിരിയാണി വേണം, നല്ല നല്ല ഭക്ഷണം വേണം. അതൊന്നും ഒരു മുത്തഅല്ലിം ചെയ്യാൻ പാടില്ല. കിട്ടിയാൽ കിട്ടി, അത്ര മതിയല്ല. അതന്നെ ഡെയിലി വേണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അപ്പോൾ താന ഡ്രസ്സ് കൊണ്ട്, താന ആഹാരം കൊണ്ടൊക്കെ നീ തൃപ്തിപ്പെട്ടോ. വഫ്ര, നീ ഒഴിഞ്ഞു നിന്നോ. ഈ ജംഇ, ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, സമ്മേളിപ്പിക്കാൻ വേണ്ടി. അതുറ്റി വൽ യാഖൂതി, മുത്തിനെയും മാണിക്യത്തിനെയും. ഇവിടെ ഉദ്ദേശം എന്താ? ഇൽമിനെ തുല്യപ്പെടുത്താൻ. എന്തിനോട്? മുത്തിനോടും മാണിക്യം. ഇതിലേറെയാണല്ലോ ഇൽമ്. ആ മുത്തിനെയും മാണിക്യത്തിനെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, മുത്ത മാണിക്യമാക്കുന്ന ഇൽമിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, സമ്മേളിപ്പിക്കാൻ വേണ്ടി നീ ഒഴിഞ്ഞു നിന്നോ. സമയം വേറെ ഒന്നും ചിലവഴിക്കണ്ട. ഇൻഷാ അല്ലാഹ് കേട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.